എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് റീഡേഴ്സ് കോർണറിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് മണി സീരീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണി മൈൻഡ് സെറ്റ് അഥവാ അബണ്ടൻസ് മൈൻഡ് സെറ്റ്. സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾ, ഒരു ഉദാഹരണം എടുത്താൽ നമ്മുടെ മലയാളിയായ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, അതേപോലെ ബിൽ ഗേറ്റ്സ്, ഈ രണ്ട് വ്യക്തികളെയും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒന്ന് എടുത്തു വെച്ച് നോക്കുക. ഈ രണ്ട് വ്യക്തികളിലും പൊതുവായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തികളിലുള്ള ഒരു കരിസ്മയാണ്, അവരുടെ വാക്കുകളിലുള്ള കൃത്യതയാണ്, ഫോക്കസാണ്. ഞാൻ ഇത് രണ്ട് വ്യക്തികളുടെ ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രം. ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശ്യം നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ പൊണ്ണത്തടിയൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ വണ്ണം വെച്ചത് ഒരു ദിവസം കൊണ്ടല്ല. അപ്പോൾ ഈ വണ്ണം കുറയുന്നതും ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ സംഭവിക്കില്ല ഹെൽത്തി ആയിട്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കാലാകാലങ്ങളായി നമ്മുടെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫുകളെ ഒക്കെ മാറ്റണമെങ്കിൽ അതിന് അതിയായ പ്രാക്ടീസ്, നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇല്ല, കംപ്ലൈൻ ചെയ്യുന്ന നിങ്ങളുടെ ശീലം ഒഴിവാക്കുക. അതായത് എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു സംസാരം വീഴുന്ന സമയത്ത് ഒരു സെക്കൻഡ് നിങ്ങളെ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തന്നെ പറയുക, ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു ഇത് എൻ്റെ ശരിയായ ചിന്താഗതിയല്ല, ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ആ സെൻറ്റൻസിനെ റീഫ്രെയിം ചെയ്ത് പറയാൻ പോവുകയാണ്. ഞാൻ നന്നായി പരിശ്രമിച്ചാൽ എനിക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും. എവിടെയൊക്കെ ഒരു ദിവസം നമ്മൾ നോ അല്ലെങ്കിൽ സാധ്യമല്ല എന്ന രീതിയിലുള്ള കോൺവെർസേഷൻ സംഭവിക്കുമ്പോഴൊക്കെ ഒരു സെക്കൻഡ് പോസ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ആ ചിന്താഗതിയെ ഉൾക്കൊള്ളുക. ശരിയാണ്, എനിക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ട്, അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ അതിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും എല്ലാ ദിവസവും സെൽഫ് ടോക്ക് അത്യാവശ്യമാണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്കായി കുറച്ച് സമയം ചിലവഴിക്കുക. ശാന്തമായ ഒരു സ്ഥലത്ത്, എപ്പോഴെങ്കിലും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ വളരെ തിരക്കിട്ടുള്ള ജോലിയിൽ നിങ്ങളൊരു ബസ് യാത്ര അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിലാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഉച്ചയുറക്കമുള്ള വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഒക്കെ നിങ്ങൾക്ക് ഏകാന്തമായ ഒരു സമയം കിട്ടും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കായി മാറ്റിവെക്കുന്ന ആ ഒരു സമയം 15 20 അരമണിക്കൂറോ, കുറഞ്ഞത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ നമുക്കായി ഒരു ദിവസം മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി 30 മിനിറ്റ് മാറ്റിവെക്കുന്നത് ഒരധിക ചിലവല്ല. അവിടെ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ശാന്തമായ ഒരു സ്ഥലത്തിരുന്നിട്ട് ഞാൻ എന്നോട് സംസാരിക്കുകയാണ്, ഞാനെന്ന വ്യക്തിയോട്. എൻ്റെ ലിമിറ്റിംഗ് ബിലീഫുകൾ എന്തൊക്കെയാണ്? എന്നിലെ പരിമിതികൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, എനിക്ക് പണം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വലിയ ധാരണയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ശരിയാവാറില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള, എനിക്ക് പൈസ കൈകാര്യം ചെയ്യാൻ അറിയില്ല, എനിക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല, എന്നെക്കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ രീതിയിൽ നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച പോരായ്മകളാണ് എന്ന് നമ്മൾ കരുതുന്ന വിഷയങ്ങളെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ ബുക്ക് എടുക്കുക, ആ ബുക്കിൽ അതൊക്കെ കുറിച്ച് വയ്ക്കുക. ഓക്കെ, സോ ആദ്യത്തെ എക്സസൈസ് ഇതാണ്. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക. ലിമിറ്റിംഗ് ബിലീഫുകൾ എല്ലാ ദിവസവും എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങൾ യാത്രയിലാവുമ്പോൾ, ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത്, എപ്പോഴെങ്കിലും ആയിരിക്കും ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നത്.
ആ ഓർമ്മ വരുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് എൻ്റെ മനസ്സിൽ കയറി കൂടിയതോ അല്ലെങ്കിൽ എനിക്ക് സ്വയമേ തോന്നിയതോ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന, എപ്പോഴും പരാതിപ്പെടുന്ന കാര്യങ്ങൾ, ഇവ എന്തൊക്കെയാണ് എന്ന് ഒരു ബുക്കിൽ കുറിച്ചിടുക. 2-3 ദിവസം എടുത്ത് നിങ്ങൾക്ക് കുറിച്ചിടാം. രണ്ടാമത്തെ എക്സസൈസ്, എപ്പോഴൊക്കെ എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്ത് മനസ്സിനോട് അത് ഉൾക്കൊള്ളാൻ പറഞ്ഞു മനസ്സിലാക്കുക. ശരിയാണ്, ഞാൻ ഈ രീതിയിൽ ചിന്തിച്ചു, പക്ഷേ അത് ശരിയായ രീതിയല്ല. ഞാനിപ്പോൾ ഈ നിമിഷം മുതൽ എൻ്റെ ആ ചിന്താഗതിയെ മാറ്റുവാൻ ശ്രമിക്കുകയാണ്. പ്രസന്റ് ടെൻസിൽ പറയണം, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയണം. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ബ്രെയിൻ, അതിങ്ങനെ ഒരു കുറേ സർക്യൂട്ടുകളാണ്, നമ്മളുടെ ബിലീഫ് സിസ്റ്റം കൊണ്ടൊക്കെ ഫോം ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടുകളാണ്. അത് പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ രീതികളുണ്ട്. അപ്പോൾ ആ വയറിങ്ങിനെ നമ്മൾ റീവയർ ചെയ്യാൻ പോവുകയാണ്. സോ അതിന് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് വേണം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ശരിയായ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ബ്രെയിന് പറഞ്ഞു കൊടുത്ത് പുതിയൊരു സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി.